കൊന്നിച്ച സുഹൃത്തുക്കളെ, ഞാൻ നിങ്ങളുടെ സ്വന്തം എക്സ്ട്രാ കോമിക്. നമ്മൾ ഇന്ന് മുതൽ പുതിയ ഒരു മാങ്ക എക്സ്പ്ലനേഷൻ സീരീസ് സ്റ്റാർട്ട് ചെയ്യുവാണ്. അതായത് ബൊറൂട്ടോയുടെ 2 ബ്ലൂ വോർട്ടെക്സ് ആണ് നമ്മൾ ഇന്ന് മുതൽ ചെയ്യാൻ പോകുന്നത്. പക്ഷേ ഈ ഒരു വീഡിയോ ബൊറൂട്ടോ 2 ബ്ലൂ വോർട്ടെക്സ് അല്ല, ബൊറൂട്ടോനെ പറ്റിയാണ്. ചുരുക്കം പറഞ്ഞാൽ ഇത് റീക്യാപ്പ് എപ്പിസോഡാണ്. ബൊറൂട്ടോയുടെ ആനിമിക്ക് ശേഷം എന്തൊക്കെയാണ് നടന്നത്, എങ്ങനെയാണ് ടൈം സ്കിപ്പ് വരെ എത്തിയതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വളരെ സിമ്പിൾ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു വീഡിയോ. 2 ബ്ലൂ വോർട്ടെക്സ് കാണുന്നതിന് മുമ്പ് നിങ്ങൾ എന്തായാലും ഈ ഒരു വീഡിയോ കണ്ടിരിക്കണം. കാര്യം അതിന്റെ ഒരു അടിത്തറ എന്നൊക്കെ പറയാൻ പറ്റുന്ന കുറേയധികം കാര്യങ്ങൾ ഈ കുറച്ച് ചാപ്റ്റേഴ്സിന്റെ അകത്താണ് മെയിൻ ആയിട്ടുള്ളത്. എന്നാൽ ഇതൊരു ചാപ്റ്റർ വൈസ് എക്സ്പ്ലനേഷൻ അല്ല, മെയിൻ ആയിട്ടുള്ള കുറെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡീറ്റെയിലും കാര്യങ്ങളും മാത്രം നമ്മൾ ഈ വീഡിയോയിൽ പറഞ്ഞു പോകുന്നതായിരിക്കും. കവാക്കി നാറൂട്ടോയുടെ ഫ്രണ്ടിൽ നിന്ന് നമ്മുടെ ബൊറൂട്ടോനെ കൊന്നില്ലേ, അതിനുശേഷം എന്ത് പറ്റിയെന്ന് നമുക്ക് നോക്കാം. മോമോ അഥവാ മോമോഷിക്ക് പുള്ളിക്കാരന്റെ വെസലായിട്ടുള്ള ബൊറൂട്ടോനെ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി കർമ്മയുടെ റിമൈനിങ് ഡേറ്റ കൊണ്ട് പുള്ളിക്കാരെ ഹീൽ ചെയ്യുന്നുണ്ട്. ഈ സമയത്ത് ഷിക്കമാറിന്റെ മേത്ത് ചെറിയൊരു ക്ലോ മാർക്ക് വെച്ചിട്ട് കോഡ് അവിടുന്ന് രക്ഷപ്പെടുന്നുണ്ട്. അത് ഷിക്കമാറിനെ അറിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഷിക്കമാർ കോഡിന് വേണ്ടി ഒരു ട്രാപ്പും ക്രിയേറ്റ് ചെയ്യും. കോഡായിട്ട് അതിൽ വന്ന് വീഴുകയും ചെയ്യും. കാര്യം പറ്റുന്നില്ല, ആമയുടെ ഹെൽപ്പ് വേണം പുള്ളിക്കാരന്റെ ലിമിറ്റർ റിമൂവ് ചെയ്യാനായിട്ട്. അങ്ങനെ അവിടെ വരാൻ നേരത്ത് പുള്ളിക്കാരൻ കാണുന്നത് ഡെൽറ്റേനെയാണ്. ഈ ഡെൽറ്റ നമ്മുടെ കൊണോഹനെ രക്ഷിക്കാൻ വേണ്ടി സ്പെഷ്യൽ ആയിട്ട് ഡിസൈൻ ചെയ്ത ഒരു വേർഷനാണ്. അത് മാത്രമല്ല അവിടെ ഏരിയുടെ സഹായത്തിൽ കൂടി കോഡ് രക്ഷപ്പെടുന്നുണ്ട് ആമഡോയായിട്ട്. എന്നാൽ അതിനൊക്കെ മുമ്പ് ഷിക്കമാർ ചെറിയൊരു മൂവ് ചെയ്യുന്നുണ്ട്. അത് മറ്റൊന്നുമില്ല, ഏഡയ്ക്ക് ചെറിയൊരു ഓഫർ നൽകുവാണ് കൊണോഹയുടെ കൂടെ നിൽക്കാനായിട്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഏഡയും കവാക്കിയായിട്ട് ഒരുമിച്ച് നിൽക്കാമല്ലോ. എന്നിട്ട് കോഡ് അവിടുന്ന് രക്ഷപ്പെടുവാണ്. ആമഡോയുടെ കോഡിന്റെ ലിമിറ്റർ റിമൂവ് ചെയ്യുന്നുണ്ട്. എന്നാൽ ഇപ്പോ കോഡ് ജീവനാക്കിയിട്ട് സ്ട്രോങ്ങർ ആയി. തന്റെ ജീവന് ഭീഷണിയെന്ന് മനസ്സിലായ ആമഡോ ഏഡയുടെ സഹായം തേടും. അതായത് കവാക്കയുടെ ഒരു ഓഫറിലെ അതാണ് നമ്മുടെ ആമഡോ ഇവിടെ നൽകുന്നത്. കോഡ് നമ്മുടെ ജിഗനെക്കായിട്ട് സ്ട്രോങ്ങർ ആയെന്നുണ്ടെങ്കിൽ ഡൈമൻ വളരെ സിമ്പിൾ ആയിട്ട് തന്നെ കോഡിനെ ഡിഫീറ്റ് ചെയ്യും. അങ്ങനെ കോഡ് വീണ്ടും അവിടുന്ന് രക്ഷപ്പെടും. അങ്ങനെ ആമഡോ ഏഡയും ഡൈമനും കൂടെ തിരിച്ച് കൊണോഹയിലേക്ക് ചെല്ലുവാണ്. കൊണോഹയിലായിട്ട് നമ്മുടെ ഏഡയും ഡൈമനും കവാക്കിയും ബൊറൂട്ടോ ഒരുമിച്ചാണ് ഇപ്പൊ താമസിക്കുന്നത്. അവിടെ വെച്ചാണ് ആദ്യമായി ഷിബായ ഓട്സുസുക്കിനെ പറ്റി നമ്മൾ അറിയുന്നത്. ഷിബായ ഓട്സുസുക്കി എന്ന് പറയുന്നത് പണ്ട് ജീവിച്ചിരുന്ന ഓട്സുസുക്കി ഗോഡാണ്. എന്നാൽ പുള്ളി നിലവിൽ ഇപ്പൊ ജീവിച്ചിരിപ്പില്ല. ഈ പുള്ളിയുടെ ഷിൻജുട്സു ആണ് നമ്മുടെ ഏഡയിലും ഡൈമന്റെയും മേത്തുള്ളത്. പിന്നെ നമ്മുടെ ഡെൽറ്റ എന്ന് പറയുന്നത് ആമഡോയുടെ മകളാണ്. പുള്ളിക്കാരി പണ്ട് അസുഖം വന്ന് മരിച്ചു പോയതാണ്. ഈ ഏഡ എന്ന് പറയുന്നത് വളരെ ഓവർ പവർ ആയിട്ടുള്ള ക്യാരക്ടർ ആണെങ്കിൽ കൂടി നമ്മുടെ ക്ലാസ് റബിനും അതേപോലെ സാരഥയ്ക്കും അവളുടെ പവേഴ്സിൽ നിന്ന് ഇമ്മ്യൂണിറ്റി ഉണ്ട്. ഇതെല്ലാം കേൾക്കുന്ന മോമോ നമ്മുടെ ബൊറൂട്ടോയോട് കുറച്ചധികം കാര്യങ്ങൾ പറയുന്നുണ്ട്. ബൊറൂട്ടോയ്ക്ക് വരാനിരിക്കുന്ന ഫ്യൂച്ചറിനെ പറ്റി ചെറിയ ഗ്ലിംസും കാണിച്ചു കൊടുക്കുകയും ചെയ്യും. മോമോ ഇപ്പോഴും ആക്റ്റീവ് ആണെന്ന് മനസ്സിലാക്കിയ കവാക്കി അവിടെ കിടന്ന് വലിയ വഴക്കുണ്ടാകുന്നുണ്ട്. എന്നിട്ട് പുള്ളിക്കാരൻ നമ്മുടെ നാറൂട്ടോനെ ഹിനാറ്റനെ കാണാൻ പോകും. നാറൂട്ടോയുടെ ഹിനാറ്റയുടെ സേഫ്റ്റിക്ക് വേണ്ടി ഈ ലോകത്തുള്ള എല്ലാ ഓട്സുസുക്കിനെ നമ്മുടെ കവാക്കി കൊല്ലുമെന്ന് ഉറപ്പുവരുന്നുണ്ട്. അതേസമയം തന്നെ ബൊറൂട്ടോനെ കൊല്ലുമെന്ന് പറയുകയും ചെയ്യും. ഇത് കേൾക്കാൻ നേരത്തെ തന്നെ ഹിനാറ്റ നമ്മുടെ കവാക്കിയുടെ കരണം നോക്കി ഒരെണ്ണം കൊടുക്കും. നാറൂട്ടോനെ ഹിനാറ്റനെ സേഫ് ആക്കാൻ വേണ്ടി പുള്ളിക്കാരൻ മറ്റൊരു ഡയമെൻഷനിലേക്ക് അവർ രണ്ടുപേരെ മാറ്റുകയും ചെയ്യും. എന്നിട്ട് നമ്മുടെ ഹൊക്കാഗ മോൺമെന്റിലുള്ള ബൊറൂട്ടോനെ കൊല്ലാൻ വേണ്ടി പുള്ളി ചെല്ലും. അവിടെ വെച്ച് വലിയൊരു ഫൈറ്റ് തന്നെ നടക്കും. ആ ഫൈറ്റിന്റെ ഇടയ്ക്ക് നമ്മുടെ സാരഥ വന്ന് കയറാൻ നേരത്ത് അവളെ രക്ഷിക്കാൻ വേണ്ടി ബൊറൂട്ടോ ശ്രമിക്കാൻ നേരത്താണ് പുള്ളിക്കാരന്റെ ആ ഒരു കണ്ണ് നഷ്ടപ്പെടുന്നത്. അങ്ങനെ നമ്മുടെ ബൊറൂട്ടോനെ സാരഥനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് കുറെ ആൾക്കാർ വരുന്നുണ്ടെന്ന് മനസ്സിലാക്കിയ നമ്മുടെ കവാക്കി അവിടുന്ന് രക്ഷപ്പെടുന്നുണ്ട്. ആ പോക്കിനിടയ്ക്ക് ഏഡ പുള്ളിക്കാരനെ കാണാൻ ചെല്ലുകയും ഏഡിയനെ പിടിച്ചുകൊണ്ട് കവാക്കി ഭയങ്കരധികം ഇമോഷണൽ ആകുന്നുണ്ട്. അവൻ ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ട് ഞങ്ങളുടെ പൊസിഷൻ ചേഞ്ച് ആയിക്കൂടാ, അവൻ ഞാൻ അവനും ആയിക്കൂടാ. ഇത് കേൾക്കുമ്പോൾ നമ്മുടെ ഏഡയുടെ പവേഴ്സ് ആക്സിഡന്റലി തന്നെ ആക്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഈ ലോകം മുഴുവൻ ആ ഒരു പവർ കവാക്കിയും ബൊറൂട്ടോയും അങ്ങനെ റിവേഴ്സ് ആയിട്ട് മാറും. ഈ പവറിന്റെ പേര് ഒമ്നിപൊട്ടൻസ് എന്നാണ്. അതായത് നറൂട്ടോയുടെയും ഹിനാറ്റയുടെ മകൻ കവാക്കി ബൊറൂട്ടോ ഒരു ഔട്ട്സൈഡറുമായിട്ട് മാറും. ഏഡ യൂസ് ചെയ്തത് ഭയങ്കര ഓവർ പവർ ആയുള്ള പവറാണ്. അതായത് നമ്മൾ എന്താണോ വിചാരിക്കുന്നത് അത് റിയാലിറ്റി ആയിട്ട് മാറും. അതാണ് ഒമ്നിപൊട്ടൻസ്. ഏഡയുടെ പവേഴ്സിന്റെ സഹായത്തോടെ കൂടി കവാക്കി എല്ലാവരും തെറ്റിദ്ധരിപ്പിക്കും. അതായത് നറൂട്ടോനെ ഹിനാറ്റനെ ബൊറൂട്ടോ കൊന്നിട്ടാണ് പോയെന്ന് പറഞ്ഞു വരുത്തും. ഇപ്പോൾ എല്ലാവരും ബൊറൂട്ടോനെ തേടി നടക്കുവാണ്. ഈവൻ സാസ്കെ വരെ ബൊറൂട്ടോനെ കൊല്ലാൻ വേണ്ടിയാണ് നടക്കുന്നത്. പക്ഷേ നമ്മുടെ സാരഥയ്ക്കും ക്ലാസ് റബിനും ഇത് ഏറ്റിട്ടില്ല. സാരഥയായിട്ട് നമ്മുടെ സാസ്കയോട് കരഞ്ഞു പറയുന്നുണ്ടെങ്കിൽ സാസ്കെ കേൾക്കത്തില്ല. അങ്ങനെ അവിടെ വെച്ച് സാരഥ പുള്ളിക്കാരുടെ മങ്കിക്കും ഷറിങ്ങാൻ അവേക്കൻ ചെയ്യും. ഈ മങ്കിക്കും ഷറിങ്ങാന്റെ പവേഴ്സ് ഒക്കെ മനസ്സിലാക്കിയ സാസ്കയ്ക്ക് എന്തോ ഒരു പ്രശ്നമുണ്ടെന്ന് മനസ്സിലാക്കുകയും ബൊറൂട്ടോനെ കാണാൻ പോകാമെന്ന് സമ്മതിക്കുകയും ചെയ്യും. അങ്ങനെ ബൊറൂട്ടോനെ കാണാൻ പോവുകയും ചെയ്യും. അവിടെ വെച്ച് സാസ്കെ 2-3 കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്. അതായത് ബൊറൂട്ടോയുടെ കയ്യിൽ സാസ്കയുടെ പണ്ടത്തെ ഹെയർ ബാൻഡ് ഉണ്ട്. പിന്നെ നറൂട്ടോയുടെ മകന്റെ മേത്താണ് മോമോ ഉള്ളത്. പക്ഷേ ഇവിടെ നിന്റെ മേത്താണ്. അതായത് ഇവിടെ എന്തോ പ്രശ്നമുണ്ടെന്ന് സാസ്കയ്ക്ക് മനസ്സിലാക്കുകയും സാസ്കെ നമ്മുടെ ബൊറൂട്ടോനെ ഹെൽപ്പ് ചെയ്യാനും തീരുമാനിക്കും. പെട്ടെന്ന് അവിടേക്ക് നമ്മുടെ ഏഡ വന്നിട്ട് പുള്ളിക്കാരി ക്ഷമ പറയുന്നുണ്ട്. കാര്യം ആക്സിഡന്റലി ആണല്ലോ പുള്ളിക്കാരി ഈ പവർ യൂസ് ചെയ്തത്. എന്നിട്ട് ബൊറൂട്ടോയ്ക്ക് ഒരു വാക്ക് കൊടുക്കുകയും ചെയ്യും. നീ തിരിച്ചിനി കൊണോഹയിലേക്ക് വരുന്നവരെ ഞങ്ങൾ നിന്റെ പുറകെ വരത്തില്ല. ഇതെല്ലാം അറിയാൻ നേരത്ത് ബൊറൂട്ടോയുടെ മൈൻഡ് നഷ്ടപ്പെടുമെന്നാണ് നമ്മുടെ മോമോഷിക്ക് വിചാരിച്ചത്. പക്ഷെ അങ്ങനെ സംഭവിച്ചില്ല. ബൊറൂട്ടോ അവിടെ തോറ്റു കൊടുത്തില്ല. പുള്ളിക്കാരൻ പറയുന്നുണ്ട് ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇനിയും സ്ട്രോങ്ങർ ആയിട്ട് മാറും. ഇതേസമയം ഒരു സൈഡിൽ കോഡ് ബൊറൂട്ടോയുള്ള ദേഷ്യവും അതേസമയം മറ്റൊരു സൈഡിൽ കവാക്കി ബൊറൂട്ടോനെ കൊല്ലുമെന്നുള്ള ഉറപ്പ് നൽകുന്നുണ്ട്. എന്നാൽ ഞാൻ ബൊറൂട്ടോ ഉസുമക്കയാണെന്ന് ഈ ലോകത്തിന് മുന്നിൽ തെളിയിക്കുമെന്നും പറഞ്ഞുകൊണ്ട് ബൊറൂട്ടോനെ കാണിച്ചുകൊണ്ടാണ് ഈ ബൊറൂട്ടോ എന്ന് പറയുന്ന സീരീസ് എൻഡ് ചെയ്യുന്നത്. അങ്ങനെ ഇതെല്ലാം സംഭവിച്ചിട്ട് ഒരു ടൈം സ്കിപ്പ് കഴിഞ്ഞതിന് ശേഷമാണ് ബൊറൂട്ടോ 2 ബ്ലൂ വോർട്ടെക്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ നാളെ മുതൽ നമ്മൾ ബൊറൂട്ടോ 2 ബ്ലൂ വോർട്ടെക്സിന്റെ എക്സ്പ്ലനേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അത് മിസ്സാക്കാതിരിക്കാൻ വേണ്ടി നമ്മുടെ പേജ് ഇപ്പൊ തന്നെ സബ് ചെയ്ത് വെച്ചോ. അതേപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്ക്.